സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. സുലേഖയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുലേഖ, അതായത് എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? എങ്ങനെയൊക്കെ നിർദ്ദേശങ്ങളുണ്ട്? എന്തായാലും സംസ്ഥാനത്തും മഴ ശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നെന്തായാലും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടാണ്. അതിനൊപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ടുമാണ്. നാളെ ഇത്തരത്തിൽ നാളെ എന്തായാലും മലപ്പുറം, കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടും പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയ്ക്കും ഒപ്പം ഈ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ വിവിധ പ്രദേശങ്ങളിൽ ജാഗ്രത ആവശ്യമാണ് എന്നുള്ള മുന്നറിയിപ്പ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് എന്നതാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ചെമ്പോല FH മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട്ടെ പ്രദേശത്ത് റെഡ് അലേർട്ടാണ്. അതിനൊപ്പം തന്നെ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയുള്ള കണ്ണൂരിലെ പ്രദേശത്ത് റെഡ് അലേർട്ടാണ്. കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രദേശത്തും ഇത്തരത്തിൽ റെഡ് അലേർട്ടാണ് നിലവിൽ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് മഴ അതിശക്തമായി തന്നെ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഭദ്ര.